ഖത്തർ പിറവം പ്രവാസി അസോസിയേഷന്റെ 10ാമത് വാർഷികത്തിന്റെ ഭാഗമായി സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഷിജോ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഖത്തർ പിറവം പ്രവാസി അസോസിയേഷന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സ്കോളർഷിപ്പ് വിതരണം പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഖത്തർ പിറവം പ്രവാസി അസോസിയേഷൻ വളരെ മാതൃകാപരമായി തന്നെ അവരുടെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ വഴി, ചികിത്സാ സഹായങ്ങൾ വഴിയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പദ്ധതികൾ അവരുടെ നേതൃപരമായ പങ്കിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിൽ ഖത്തർ പിറവം പ്രവാസി അസോസിയേഷൻ നടത്തിവരുന്ന വിവിധ ജീവകാരുണ്യ സാമൂഹിക ഉന്നമന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എംഎൽഎ അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് ഷിജോ തങ്കച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഖത്തർ പിറവം പ്രവാസി അസോസിയേഷൻ. അത് വളരെ നല്ല രീതിയിലാണ് ബിനീഷ് പറഞ്ഞ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തർ പിറവം പ്രവാസി അസോസിയേഷൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്നും വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഘടനയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഖത്തറിലും ഞങ്ങൾ, അതായത് എല്ലാ അംഗങ്ങളുടെ കുട്ടികൾ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും മികച്ച വിജയം കൈവരിക്കുന്ന കുട്ടികൾക്ക് അവിടെ എല്ലാ വർഷവും മൊമെന്റോ നൽകി അനുവദിക്കുകയാണ്. പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസികൾ അവർക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന വരുമാനത്തിൽ നിന്നാണ് പിറന്ന നാടിനെ മറക്കാതെ അവർക്ക് ഈ സഹായം പല സന്ദർഭങ്ങളിലും നാടിനെ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ വരുന്ന സമയത്ത് നാടിനെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ട്. സെക്രട്ടറി ജിബിൻ ജോർജ്, അസോസിയേഷനെ പ്രതിനിധീകരിച്ച് റോയ് പോൾ, ജസ്റ്റിൻ ജോൺ, ചിത്തിര ഷൈജു, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. എല്ലാ വർഷവും 8 മുതൽ 12 വരെ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകി വന്നിരുന്നൊരു പതിവ് നമ്മുടെ സംഘടനയ്ക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ വിതരണ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎ ശ്രീ അനൂപ് ജേക്കബ് അഭിപ്രായപ്പെടുകയുണ്ടായി, നിങ്ങൾ ഈ വിദ്യാഭ്യാസ സഹായത്തിലൂടെ കുറച്ച് ശ്രദ്ധ ഒന്നുമാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ 26 കുട്ടികൾക്ക് നമ്മുടെ പിറവം നിയോജക മണ്ഡലത്തിലെ 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സമീപ പ്രദേശമായ ഐക്കരനാട്, മുളക്കുളം, വഴുവന്നൂര് എന്നീ സ്ഥലങ്ങളോട് ചേർത്ത് 26 അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി ഇനി പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിറവം നിയോജക മണ്ഡലത്തിലെ നിർധനർക്കായുള്ള ഭവന നിർമ്മാണം, പ്രളയ കാലഘട്ടത്തിലെയും കോവിഡ് സമയത്തെയും കൈത്താങ്ങലുകൾക്ക് ജനപ്രതിനിധികൾ നന്ദി അറിയിച്ചു. പിറവം നിയോജക മണ്ഡലത്തിലെ 2 മുനിസിപ്പാലിറ്റിയിലെയും 10 പഞ്ചായത്തുകളിലെയും ഒപ്പം 3 സമീപ പഞ്ചായത്തുകളിലെയും അർഹരായ 26 വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വീതം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പിറവം.